ഈ സമുദായത്തിന് വേണ്ടി രാപ്പകലുകളില്ലാതെ അധ്വാനിച്ചോടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന, ആ ശൈഖുനക്ക് നിങ്ങൾ 1 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവേ, മദനിയും കുടുംബത്തോട് പറഞ്ഞപ്പോ അകമഴിഞ്ഞ് സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മദനിയം കുടുംബം അവരാരാണെന്ന് നിനക്കറിയാം, അവരുടെ പേര് നിനക്കറിയാം, അവരുടെ വീട് നിനക്കറിയാം, അവരുടെ നാട് നിനക്കറിയാം. അവർക്ക് നീ തുണയാവണേ റഹ്മാനെ, അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ഇസ്സത്തും അന്തസ്സും അഭിമാനവും നൽകണേ റഹ്മാനെ. എന്ത് നീയത്ത് വെച്ചുകൊണ്ടാണ് അവര് മർക്കസ് എന്ന ഈ മഹാസ്ഥാപനത്തെ സഹായിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, അതിന്റെ ഗുണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കാനുള്ള വലിയ മഹാഭാഗ്യവും വലിയ സൗഭാഗ്യവും നീ അവർക്ക് നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂടെ പ്രാർത്ഥനകളുമായി ഇനിയും ഈ വിനീതനായ ഞങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഉണ്ടാകും. എല്ലാവരോടുമായി പറയുവാനുള്ളത്, ഉസ്താദിന്റെ ദീർഘായുസ്സിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി നിങ്ങൾ നന്നായി ദുആ ചെയ്യണം. 3 കോടി രൂപ, 13 ലക്ഷം രൂപ ഉസ്താദിന്റെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സന്തോഷമാണ്. ഉസ്താദിന്റെ ദീർഘായുസ്സിന് കാരണമാകും. കാരണം ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ ഉസ്താദിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ പാവപ്പെട്ട മുതഅല്ലിമീങ്ങളാണ്, പാവപ്പെട്ട യതീമക്കളാണ്. അവരിലേക്ക് ആ ഉസ്താദിനെ സഹായിക്കാൻ കഴിഞ്ഞത് അല്ലാഹു നിങ്ങൾക്ക് തന്ന ഭാഗ്യമാണ്, അല്ലാഹു നിങ്ങൾക്ക് തന്ന തൗഫീഖാണ്. യാതൊരു സംശയവുമില്ല. ആ തൗഫീഖ് ഇനിയും നിങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന് പ്രിയപ്പെട്ട മദനിയും കുടുംബങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രഭാഷണം നീട്ടുന്നില്ല.